ഉപകരണങ്ങളില്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തി തെളിവെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും അന്വേഷണ പരിധിയിലാണ്. അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. നാളെ ഡോക്ടേഴ്സ് ദിനത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പ്രതിഷേധിക്കും. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നേരിട്ട് വന്ന് അദ്ദേഹം എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മാത്രമല്ല ഫോൺ വഴി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി നേതാക്കളും നിരവധി ഉദ്യോഗസ്ഥരും എന്നെ ബന്ധപ്പെട്ട് ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിച്ചു തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഷിജോ കുര്യൻ ചേർന്നു. ഷിജോ, എങ്ങനെയാണ് അന്വേഷണം? ആരൊക്കെയാണ് പരിധിയിൽ? ധനിയ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലോടുകൂടി കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ എല്ലാ കണ്ണുകളും പൂർണ്ണമായിട്ട് തുറന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് വസ്തുതയാണ്. അത് കേരളത്തിലെ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളിലും അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അനുഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളത് വസ്തുതയാണ്. അക്കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ച് അക്കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള ഇടപെടൽ, ഒരു യുദ്ധകാലത്തിലുള്ള ഇടപെടൽ ഇപ്പോൾ ഈ പറയുന്ന ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്തു വരികയാണ്. നിലവിൽ എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനായിട്ട് ഒരു 4 അംഗ വിദഗ്ധ സമിതിയെ ആരോഗ്യവകുപ്പ് നിശ്ചയിച്ച് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഉത്തരവിറങ്ങിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ തുടങ്ങിയ 4 പേരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഇന്ന് രാവിലെ വിദഗ്ധ സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള തെളിവ് ശേഖരണം നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രി വികസന സമിതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ സമിതി പരിശോധിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തിക്കൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഓഡിറ്റ് കൂടി ഉണ്ടാകും. എന്തായാലും ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതിൽ താൻ പൂർണ്ണ തൃപ്തിയുള്ള ആളാണ് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് എല്ലാ വശങ്ങളും പഠിച്ച് റിപ്പോർട്ട് നൽകുകയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലിരിക്കുന്ന ഭരണകർത്താക്കളായിട്ടിരിക്കുന്ന പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഇതിന്റെ ബാലപാഠം പോലും അറിയില്ല. അവർ എന്നെ പോലൊരു സാധാരണക്കാരനായിട്ടുള്ള ഡോക്ടർ മാത്രമാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി ഡോക്ടർ ഹാരിസ് രാവിലെ നടത്തിയിരുന്നു. അപ്പോൾ ഭരണപാഠവുമുള്ള ആളുകളെ ഒരു കേഡർ സംവിധാനത്തിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണപാഠവുമുള്ള ആളുകളെ ഈ ഭരണത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് KGM-CTA കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതാണ്. നാളെ ഡോക്ടേഴ്സ് ദിനമാണ്. സാധാരണ നിലയിൽ ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർമാർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ആഘോഷ പരിപാടികളല്ല, മറിച്ച് ഒരു പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കാനാണ് KGM-CTA തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGM-CTA തിരുവനന്തപുരം യൂണിറ്റിന്റെ വലിയ പ്രതിഷേധം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഈ പ്രതിഷേധം ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിന് ഡോക്ടർമാരെ കുറ്റം പറയാതെ ആ സംവിധാനത്തിനുണ്ടായിട്ടുള്ള പിഴവാണ് പരിഹരിക്കേണ്ടത്. അതുപോലെ ഡോക്ടർമാർക്കുള്ള ആനുകൂല്യവും ശമ്പളവും മറ്റു കുടിശ്ശികയും ഒക്കെ കൃത്യമായിട്ട് നൽകണം. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള 9 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KGM-CTA നാളെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഈ പ്രതിഷേധത്തിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഡോക്ടർ ഹാരിസിനെതിരെ ഒരു നടപടിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു വകുപ്പ് തല അച്ചടക്ക നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് DMEയുടെയും അതുപോലെ പ്രിൻസിപ്പലിന്റെയും നേതൃത്വത്തിൽ മറ്റു പല വകുപ്പ് മേധാവിമാരുമായിട്ട് ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സ്റ്റേറ്റ് റൂൾ സംബന്ധിച്ചുള്ള KSSR സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ച് തന്നെ സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാർ പ്രവർത്തിക്കണം. ആ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞത് തെറ്റാണ്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഒരുപക്ഷെ ഡോക്ടർ ഹാരിസിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം നടപടിയെടുത്താൽ അത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാൻ ഇടയാക്കില്ലേ?